ഇന്നും മുടുക്കനാണ്. അല്ല, ഇതിനേക്കാളൊക്കെ 10 മടങ്ങ് സുന്ദരനുമാണ്. വിയപ്പൻ എന്ന് പറഞ്ഞ മഹാകവിയുടെ അദ്ദേഹമാണ് എന്നെ പ്രാസംഗിക. ഞങ്ങളുടെ യൂണിഫോം വെള്ള ഷർട്ടും കാക്കി നിൽക്കാറാണ്. കുട്ടികളെല്ലാം പൊട്ടിച്ചിരിക്കുന്നു. ഞാൻ താഴെ നോക്കുമ്പോൾ നനഞ്ഞിരിക്കുന്നു. ഞാൻ നാണക്കേട് കൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവർ പൊട്ടിച്ചിരിക്കുന്നു. പോരാട്ടത്തിൻ്റെയും അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ഒരു വലിയ നാൾ വഴി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പിന്നിട്ടിട്ടുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരു അതികായനാണ് ശ്രീ MM ഹസൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തോടൊപ്പം ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്കപ്പുറം ഒരു രാഷ്ട്രീയ ചരിത്രയാത്ര നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഹസൻജി നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം. നമസ്കാരം. MM ഹസൻ ആരാണ്? MM ഹസൻ ചെറിയ പ്രായം മുതൽ. MM ഹസൻ എന്നതിൻ്റെ ഫുൾ ഫോം മാലിക് മുഹമ്മദ് ഹസൻ. എൻ്റെ പിതാവിൻ്റെ പേരാണ്. അതാണ് MM ഹസനായത്. ആ പേര് വന്നതിന് ഒരു ചെറിയ രസകരമായ ഒരു കഥയുണ്ട്. ഞാൻ തിരുവനന്തപുരത്തെ ഒരു കച്ചവട വ്യവസായികളുടെ ഒരു കുടുംബം, പുരാതനമായ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിലായിട്ടുള്ള തിരുവിതാംകൂട് എന്നൊരു സ്ഥലമുണ്ട്. അതായത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്, നാഗർകോവിലിനടുത്ത്. നമ്മളിവിടെ നിന്ന് നാഗർകോവിലേക്ക് പോകുമ്പോൾ അഴകിയ മണ്ഡപം എന്നൊരു സ്ഥലമുണ്ട്. തക്കല, കുളച്ചലൊക്കെ കേട്ടിട്ടില്ലേ? അവിടെ നിന്നൊരു ഒരു ഡീവിയേഷനാണ്. അവിടെ നിന്ന് ഇവിടെ കച്ചവടത്തിന് വന്നവരെ. ഇപ്പം ചാല ബസ്സാറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബസ്സാണ്. നമ്മുടെ മീനൊക്കെ കിട്ടുന്ന സ്ഥലം. മീനൊക്കെ കിട്ടുന്നത്. അങ്ങനെ പറഞ്ഞാലേ പുറത്തുള്ളവർക്കറിയാം. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ അന്നത്തെ കാലത്ത് ചാല ബസ്സാറാണ്. അവിടെ എൻ്റെ അപ്പൂപ്പൻ എൻ്റെ കാലം മുതൽ ഒരു കച്ചവടക്കാരാണ്. അപ്പോൾ എൻ്റെ ഫാദർ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഫാദറിന് കടയിൽ കണക്കെഴുതാൻ വരുന്ന പരമേശ്വരൻ നായർ എന്നൊരു കണക്കപ്പിള്ളുണ്ട്. അദ്ദേഹം നല്ല അധ്യാപകനാണ്, ട്യൂഷൻ എടുക്കും. അപ്പോൾ എൻ്റെ ഫാദർ 4ാം ക്ലാസ് ആദ്യമൊക്കെ സ്കൂളിൽ കൊണ്ട് ചേർത്തു. 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്കൂള് അടുത്ത് സംസ്കൃത ഹൈസ്കൂളിനോട്, അതായത് ഇപ്പോൾ നമ്മൾ കിഴക്കേക്കോട്ടയിരിക്കുന്നു, നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും. അപ്പോൾ അത് നമ്മുടെ ആ തെക്കേ ഇപ്പോൾ KSRTC ഓഫീസൊക്കെ ഇരിക്കുന്ന അവിടെ 5ാം ക്ലാസ് മുതൽ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് SMV സ്കൂൾ ഓവർബ്രിഡ്ജിൽ, അത് വലിയ പുരാതനമായ സ്കൂളാണ്, ശ്രീമൂലവിലാസം ഹൈസ്കൂൾ. അവിടെ കൊണ്ട് എന്നെ ചേർക്കണം. ഫാദറിന് വരാൻ സമയമില്ല, വലിയ കച്ചവടവും ഉപ്പുകളുമില്ല. പരമേശ്വരൻ നായരെ ഏൽപ്പിച്ചു. പരമേശ്വരൻ നായർ സ്കൂളിൽ കൊണ്ടുപോവുക. അപ്പോൾ അപേക്ഷ കൊടുക്കുമ്പോൾ ചോദിച്ചു എന്താ പേര്. അപ്പോൾ പരമേശ്വരൻ നായർ ഒരു മിനിറ്റ് ആലോചിച്ചു. നമ്മുടെ ഈ മോനെ കണ്ട നല്ല ഐശ്വര്യമൊക്കെ. ഞാൻ അന്ന് ഒരുമാതിരി ചുവന്ന് തൊടുത്ത് എൻ്റെ ഫാദർ ഇന്നും മുടുക്കനാണ്. അല്ല, ഇതിനേക്കാളൊക്കെ 10 മടങ്ങ് സുന്ദരനുമാണ്. അതുകൊണ്ട് ഞാൻ സ്വയം തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു M മുഹമ്മദ് ഹസനുള്ള ഒരു ഉള്ള ചേർത്തു. ഉള്ള. കാരണം തിരുവിതാംകൂറിൽ അന്ന് രാജഭരണകാലത്ത് ഒരു പ്രശസ്തരായിട്ടുള്ള ദിവാൻജി ഉണ്ടായിരുന്നു, ഹബീബുള്ള. അത് കിടക്കട്ടെ. അദ്ദേഹം മനസ്സിൽ ആലോചിച്ചത് നാളെ ഒരു കാലത്ത് ഇയാൾ ഇതുപോലെ വലിയ സ്ഥാനത്തൊക്കെ എത്തുകയാണെങ്കിൽ ഒരു നല്ല പേരിരിക്കട്ടെ എന്ന് വിചാരിച്ച് പരമേശ്വരൻ നായർ ഹസൻ M മുഹമ്മദ് ഹസനുള്ളാക്കി. ഞാൻ മാലിക് M ഹസനുള്ള, M മുഹമ്മദ് ഹസനുള്ള. അപ്പം സ്കൂളിൽ 8ാം ക്ലാസ് മുതൽ 8, 9, 10 ഒന്നുകിൽ ഞാൻ സ്കൂൾ മോണിറ്റർ, അല്ലെങ്കിൽ സാഹിത്യ സഭാ സെക്രട്ടറി. അങ്ങനെ ഒരു പരിണാമം എനിക്കുണ്ടായി. അപ്പോൾ എൻ്റെ അറ്റൻഡൻസ് വിളിക്കും, മുഹമ്മദ് ഹസനുള്ള. അപ്പോൾ ഞാനപ്പോൾ പ്രസൻറ്റ് എന്നൊക്കെ പറയുമെങ്കിൽ ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാം കൂടെ ഉള്ള എന്നെ എല്ലാവരും കൂടെ കളിയാക്കും. എൻ്റെ കൂട്ടുകാരാണ്. ഞാനിവന്മാരുടെയൊക്കെ കയ്യും കാലും പിടിച്ചു പറഞ്ഞു. അങ്ങനെ വളരെ വ്യസന സമേതം എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ, മലയാള അധ്യാപകനാണ് ദാമോദരൻ നായർ. എൻ്റെ ഒരു മെൻറ്ററാണ്. ഞാൻ എൻ്റെ ലൈഫ് ഹിസ്റ്ററി ഒരു ആത്മകഥ ഓർമ്മച്ചപ്പ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ദാമോദരൻ നായരെ കുറിച്ച് അതിൽ പരാമർശിക്കുന്നു. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എൻ്റെ പേരിൽ ഒന്ന് ഒരു മാറ്റം വരുത്തണം. അപ്പോൾ പറഞ്ഞു അത് നമുക്ക് ഗസറ്റിൽ കൊടുത്തു മതി. അതിൻ്റെ എനിക്ക് പറഞ്ഞു എൻ്റെ ഫാദറിനോടൊന്നും പറഞ്ഞാൽ നടക്കില്ല, അത് ഞാൻ സഹായിക്കാം. അങ്ങനെ ഞാൻ കാശ് കൊണ്ട് കൊടുത്തു. ഗസറ്റിൽ
എൻ്റെ പേര് മാറ്റിയിട്ട് മാലിക് മുഹമ്മദ് മുഹമ്മദ് അസറുള്ള മാറ്റി. സാറാണ് പറയുന്നത് മാലിക് മുഹമ്മദ് നല്ല അച്ഛൻ്റെ പേര്, നമുക്കൊരു കാര്യം ചെയ്യാം, നല്ലൊരു ഭംഗിയുള്ള പേര് എം ഹസൻ. എൻ്റെ പേരിൻ്റെ യഥാർത്ഥ ഉടമ ദാമോദരൻ നായർ സാർ. അത് വന്നു, ഇതിൽ വന്നു. അപ്പോൾ എനിക്ക് വലിയ അന്തസ്സായി. എം ഹസൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ ഉമ്മാർ ഹസൻ എന്നല്ലേ വിളിക്കുള്ളൂ. അതാണ് എൻ്റെ പേരിൽ. അപ്പം ഇതിൽ ഈ തിരുവിതാംകൂട് വന്നതിനൊരു പ്രത്യേകതയുണ്ട്. ആ ചരിത്രം ഞാൻ ആത്മകഥ എഴുതാൻ വേണ്ടി അതൊരു ഗവേഷണം നടത്തി. ഈ ഇസ്ലാം മത പ്രചരണത്തിനായി അറേബ്യയിൽ നിന്ന് ഒരുപാട് പണ്ഡിതന്മാരും വലിയ ദിവ്യന്മാരും ഇവിടെ വന്നു. അതിലൊരാളാണ് മാലിക് മുഹമ്മദ്. അദ്ദേഹം നേരെ വന്ന് ഈ തിരുവിതാംകൂട് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് അന്നത്തെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ വന്ന് മതപ്രചരണമൊക്കെ നടത്തിയ കൂട്ടത്തിൽ തിരുവിതാംകൂട് വന്ന് വെച്ച് അദ്ദേഹം നിര്യാതനായി. അദ്ദേഹത്തെ അവിടെയാണ് ഖബറടക്കി. അവിടെ പിൽക്കാലത്ത്, അത് ചരിത്രത്തിൽ പറയുന്നത്, ചേരമാൻ പെരുമാളാരോടെ പോകുമ്പോൾ അവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടായി. ബാങ്ക് വിളി കേട്ട് അദ്ദേഹം അവിടെ നിർത്തി, കുതിരപ്പുറത്ത് വരികയാണ്. എന്താ അപ്പോൾ അവിടുത്തെ ആളുകൾ കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ഒരു നല്ല പള്ളി പണിയണം. അദ്ദേഹം സഹായിച്ചു, പള്ളി പണിതു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഖബറിനെ ബേസ് ചെയ്താണ് പള്ളി ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ ആ പള്ളിക്ക് നമ്മുടെ അവിടെ ഉള്ളതുപോലെ മാലിക് ദിനാർ എന്ന പേര് വന്നു. എനിക്ക് തോന്നുന്നു അതേ ഒലിയാണോ ഇവിടെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെയൊക്കെ വന്നിട്ട് ഇവിടെ വെച്ചാൽ ഭരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അടങ്ങിയിരിക്കുന്ന ദിവ്യൻ മാലിക് മുഹമ്മദ് ആയതുകൊണ്ട് അവിടെ ജനിച്ച പിന്നെ എൻ്റെ അപ്പൂപ്പൻ്റെ ഒരു മകന് അദ്ദേഹം ആ പേരിട്ടു, മാലിക് മുഹമ്മദ്. അങ്ങനെയാണ് ഞാൻ മാലിക് മുഹമ്മദിൻ്റെ പുത്രനായി ജനിക്കുന്നതും മാലിക് മുഹമ്മദ് ഹസനാവുന്നതും പിന്നീട് ദാമോദരൻ നായരുടെ സഹായത്തോടെ എം ഹസനായി. ഓക്കെ, അപ്പോൾ ദാമോദരൻ മാഷക്ക് സല്യൂട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പേരിൽ നിന്ന് പിൽക്കാലത്ത് കേരളത്തിലെ തന്നെ ഏതായാലും ദാമോദരൻ മാഷും അന്ന് പേര് ആദ്യം ക്ലാസ്സിൽ കൊണ്ടുപോയി ഇട്ട പരമേശ്വരൻ സാറും ഒക്കെ മനസ്സിൽ കണ്ടതുപോലെ ഒരു വലിയ ചക്രവർത്തി യോഗത്തിലേക്ക് എത്തിയില്ലെങ്കിലും കേരളക്കരയാകെ അറിയുന്ന ഒരു പേരിലേക്ക് എം ഹസൻ എത്തി. അത് താങ്കളുടെ ഒരു രാഷ്ട്രീയ നിയോഗമാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്ന ഉടനെ തന്നെ ഈ ഒരു ഫോട്ടോ ഇങ്ങനെ കാണുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഹസൻജിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ഈ ഫോട്ടോയാണ്. ഈ ഫോട്ടോയിൽ കാണുന്നവർ ആരൊക്കെയാണ്? ഞാനന്ന് ആദ്യം KSU ആണല്ലോ, KSUവിൽ കൂടെയാണല്ലോ ഈ രാഷ്ട്രീയത്തിലേക്ക് ഈ ഇതിലെ ചില ആളുകളൊക്കെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. വയലാർ രവിയുണ്ട്, ശ്രീ VM സുധീരനുണ്ട്. ഇപ്പം അവർ പലരും ഇല്ല. അന്ന് KSUവിൽ നിന്ന് യൂത്ത് കോൺഗ്രസിലേക്ക് എനിക്ക് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് വേണ്ടി വന്നു. KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിരിക്കുന്ന കാലത്ത് അന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. കാമരാജ് നാടാരാണ് AICC പ്രസിഡന്റ്. അത് 65 കാര്യമായി. അന്ന് ഈ UP മുഖ്യമന്ത്രിയായിരുന്ന നാരായൺ ദത്ത് തിവാരി കൺവീനറായി. ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കേരളത്തിലെ കൺവീനറായി അന്ന് നിയോഗിച്ചത് വയലാർ രവിയാണ്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിനൊരു കൺവീനർ വേണം. ഇവിടെ അന്വേഷിച്ചപ്പോൾ ആരെയും കിട്ടാനില്ല. അന്ന് KSU ഇവിടെ തിരുവനന്തപുരത്ത് വേറൊരു പശ്ചാത്തലമുണ്ട്. ഇവിടെ സ്റ്റുഡൻസ് കോൺഗ്രസ് ആയിരുന്നു ശക്തം. കോൺഗ്രസിനകത്ത് ഇപ്പോഴത്തത് പോലെയല്ല, ഇതിനേക്കാൾ വളരെ രൂക്ഷമായിട്ട് ഗ്രൂപ്പിസം നിൽക്കുന്ന കാലമാണ്. ശങ്കർ ചാക്കോ ഗ്രൂപ്പ്, അതാണ് സ്റ്റുഡൻസ് കോൺഗ്രസ്. CK ഗ്രൂപ്പാണ് KSUവിൻ്റെ ഒരു പേട്രൺ. ഇവിടെ അങ്ങനെ സ്റ്റുഡൻസ് കോൺഗ്രസ് ആയതുകൊണ്ട് ആരുമില്ല. അപ്പോൾ ഞാൻ KSUവിലേക്ക് കടന്നു വരുന്നു. KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായി. വയലാർ രവി എന്നെ വിളിച്ച് പറഞ്ഞു, തന്നെ ഞാൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് കൺവീനറാക്കുകയാണ്. അയ്യോ, ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ KSU അല്ലേ, എന്നെ എന്തിനാ ഇവിടെ വേറെ ആരുമില്ല, നീ ഏറ്റേ പറ്റൂ. അങ്ങനെ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ കൺവീനറായി.
അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ തിരിച്ച് KSUവിലേക്ക് വരുന്നത്. അത് ശരി. യൂത്ത് കോൺഗ്രസിന് ശേഷം വീണ്ടും KSUവിലേക്ക് തിരിച്ചുപോയി. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും എന്നെ ഇത് ആക്കരുത്, പക്ഷേ എൻ്റെ അഭ്യർത്ഥന മാനിച്ചില്ല. അങ്ങനെ കോൺഗ്രസിനകത്തൂടെ തെരഞ്ഞെടുപ്പ് വന്നു. ഇന്നത്തെ പോലെയല്ല, അന്ന് 3-4 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ 65-ലെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് അന്ന് കോൺഗ്രസ് 10 സീറ്റ് ജയിച്ചു. അന്ന് ഈ കേരള കോൺഗ്രസ് 64-ലെ ഈ അവിശ്വാസ പ്രമേയം വന്ന് മന്ത്രിസഭ, ശങ്കർ മന്ത്രിസഭയുടെ പതനത്തിന് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പാണ്. പല കാരണങ്ങളുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഈ 10 MLA-മാർ ജയിച്ചു വന്ന് നിയമസഭ കൂടിയില്ല. കാരണം കേരള കോൺഗ്രസും തമ്മിൽ ചേർന്നാലേ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റും. ഒരു കാരണവശാലും കേരള കോൺഗ്രസും ചേരരുത് എന്ന നിർബന്ധം അന്ന് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നു. അതിനേക്കാൾ KPCC അന്നത്തെ പ്രസിഡൻ്റായിരുന്ന KC എബ്രഹാം, അവർ വഞ്ചകന്മാരാണ്, കോൺഗ്രസിനെ വഞ്ചിച്ചു പോയവരാണ്, അവരുമായിട്ട് കൂടില്ല. ആ സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ ഞാൻ, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റിയും ഇലക്ഷനും ഒക്കെ കഴിഞ്ഞു. ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളെല്ലാവരും കൂടി പിന്തുണച്ച ഒരാൾ DC പ്രസിഡൻ്റായി, അന്തരിച്ചു പോയ വക്കം പുരുഷോത്തമൻ. മന്ത്രി, ഗവർണർ, പാർലമെൻറ്റ് ഞങ്ങളൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്. അന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ ഞങ്ങൾ കുറേ പേര് DCC മെമ്പർമാരായിട്ട് ജയിച്ചു വന്നു. അപ്പോൾ ഉടനെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. മാത്രമല്ല ജില്ല മുഴുവൻ യൂത്ത് കോൺഗ്രസ് കൺവീനർ എന്ന നിലയ്ക്ക് ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ആളല്ലേ, എന്നെ DCCയുടെ ജനറൽ സെക്രട്ടറി ആക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പെർമിഷൻ വേണം വയലാർ വീട്. ഞങ്ങളുടെയൊക്കെ കുടുംബനാഥൻ അന്ന് പുള്ളിയാണ്. യൂത്ത് കോൺഗ്രസ് തറവാട്ടിലെ കാരണമാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണല്ലോ ഏത് കാര്യവും അദ്ദേഹത്തോട് ചോദിക്കും. AK ആൻ്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി, ഈ ത്രിമൂർത്തികളാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ മാർഗദർശികളും കുരുക്കന്മാരും. ഞാൻ, സുധീരൻ, ചാക്കോ, ഞങ്ങളൊരു വലിയ നിര അവരുടെ പിന്നിലൂടെ വളർന്നു വന്നവരാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ വന്നിട്ടേ തീരുമാനിക്കാവൂ, വക്കത്തിലൂടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞു ഒരു കാരണവശാലും അയാളെ നിങ്ങൾ DC സെക്രട്ടറി ആക്കാൻ ഞാൻ അനുവദിക്കില്ല. അപ്പോൾ വക്കം ചോദിച്ചു എന്താ, അയാളെ വേറെ ആളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നെ കൺവീനറാക്കിയതാണ്, എത്രയും വേഗം അയാളെ തിരിച്ച് ഞങ്ങൾക്ക് KSU കൊണ്ടുപോകണം. അങ്ങനെ തിരിച്ച് അതാക്കിയില്ല. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിൽ പ്രയാസം തോന്നി, ഇതൊക്കെ അദ്ദേഹം DCC സെക്രട്ടറി, എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു സ്ഥാനം. പക്ഷെ പിൽക്കാലത്താണ് അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ KSUവിൽ വന്നു. KSUവിൽ ആദ്യം കടന്നപ്പള്ളി പ്രസിഡൻ്റാകുമ്പോൾ ഞാൻ വൈസ് പ്രസിഡൻ്റായി. അത് കഴിഞ്ഞ് സുധീരൻ പ്രസിഡൻ്റായപ്പോൾ ജനറൽ സെക്രട്ടറിയായി. പിന്നീട് കോഴിക്കോട് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് ഞാൻ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നത്തെ പോലെ നോമിനേഷനൊന്നും അല്ല. കോഴിക്കോട് സമ്മേളനം KSUവിൻ്റെ ചരിത്രത്തിലും വലിയ ഒരു വഴിത്തിരിവുണ്ടാക്കിയ. അവിടെ നിന്നാണ് ഞാൻ പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ KSU പ്രസിഡൻ്റായി. അതിനിടയ്ക്ക് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ, അന്ന് കാലിക്കറ്റ് 2 ഉള്ളൂ, അത് പുനഃസംഘടിപ്പിച്ചു. അതിൻ്റെ ആദ്യത്തെ ഇലക്ഷനിൽ അന്ന് തലേക്കുന്നിൽ ബഷീറാണ് ചെയർമാനായി വരുന്നത്. ഞാൻ തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രശസ്തമായ കോളേജല്ലേ യൂണിവേഴ്സിറ്റി കോളേജ്, അവിടെ മത്സരിച്ച് സ്പീക്കറായി. ആദ്യത്തെ വർഷം സെക്രട്ടറി ആയിട്ട് വന്നു, രണ്ടാമത്തെ വർഷം സ്പീക്കർ. രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനിടയ്ക്ക് ഈ കേരള സർവകലാശാല, കേരളത്തിലെ യൂണിവേഴ്സിറ്റി നിയമം ഭേദഗതി ചെയ്യുമ്പോൾ വളരെ കാലമായിട്ട് ഈ KSUവിൻ്റെ ഒരു ഡിമാൻഡായിരുന്നു, സർവകലാശാല ഭരണസമിതികളിൽ വിദ്യാർത്ഥികൾക്ക് പ്രാതിനിധ്യം വേണം. ആദ്യമായി EMSൻ്റെ 67-ലെ ഗവൺമെൻറ് ഇന്ത്യയിൽ, ഏഷ്യയിൽ ആദ്യമായി യൂണിവേഴ്സിറ്റി സെനറ്റിൽ 3 വിദ്യാർത്ഥി പ്രതിനിധികളെ എടുക്കാൻ നിയമമുണ്ട്. അതിൽ KSUവിൻ്റെ പ്രതിനിധിയായി വരാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. അപ്പോൾ KSU യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി, സെനറ്റ് അംഗമായി. ഇതിനിടയ്ക്ക് R. ശങ്കർ ചെയർമാനായിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ ഉപദേശക സമിതി ഉണ്ടാക്കി. മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്. കോൺഗ്രസ് 2 പ്രതിനിധികളുടെ പേര് കൊടുത്തു. പ്രൊഫസർ KM ചാണ്ടിയുടെയും, അദ്ദേഹം AKPCTയുടെ പ്രസിഡൻ്റായിരുന്നു. അത് ഏറ്റവും വലിയ കോളേജ്. എൻ്റെ പേര് കൊടുത്തു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഡോക്ടർ AN തമ്പി എന്ന പേരുള്ള ഒരു വലിയ പ്രശസ്തരായ വിദ്യാഭ്യാസ വിചക്ഷണ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയിൽ. അപ്പോൾ സ്റ്റുഡൻറ് ടീച്ചേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരേ സമയം യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ,
സെനറ്റ് അംഗം, കേരള സെനറ്റ് മെമ്പർ, ദെൻ സംസ്ഥാന വിദ്യാഭ്യാസ ഉപദേശക സമിതിയാണ്. ഒരു വിദ്യാർത്ഥിക്ക്, ഒരു KSUക്കാരന് എത്താവുന്ന എല്ലാ താരങ്ങളിലും എത്തിയ സൗഭാഗ്യം എനിക്കുണ്ടായി. വിദ്യാർത്ഥി രാഷ്ട്രീയം. ആ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിലാണോ ഈ ഫോട്ടോ എടുത്തത്? അതെ, ആ കാലത്താണ് നമ്മുടെ പാലക്കാട് നടന്ന വാസവി കല്യാണ മണ്ഡപം സമ്മേളനം എന്ന് പറഞ്ഞാൽ ഫേമസാണ്. പാലക്കാട്ട് വെച്ച് ബാങ്കുകൾ ദേശവൽക്കരിക്കണം, ഇന്ദിരാഗാന്ധി പ്രിവി പേഴ്സ് നിർത്താൻ. അല്ല, അതിനു മുമ്പ് ആ പ്രമേയങ്ങൾ കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ സമ്മേളനം AK ആന്റണി. ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണോ ഈ പ്രമേയം നമ്മൾ പാസ്സാക്കുന്നത്? പേസാക്കുന്നത്. അത് ശരി. ഇവിടെ നിന്ന് പാസ്സാക്കിയ ആ പ്രമേയമാണ് പിന്നീട് ഇന്ദിരാഗാന്ധി അത് അല്ല, ഏറ്റെടുത്തത്. അത് ദേശീയ തലത്തിൽ അതായിരുന്നു. പക്ഷെ ഇവിടെ നിന്നാണ് അതിന് നമ്മൾ ഏറ്റവും വലിയ ശക്തമായ ഒരു ആവശ്യമുണ്ട്. അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമായിരുന്നു കോൺഗ്രസിനകത്തെ ഈ അധികാര സ്ഥാനങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രബലന്മാരായിട്ടുള്ള ആളുകൾ, അവരെല്ലാം ഇങ്ങനെ നിഷ്ക്രിയരായി പോകുന്ന ഒരു കാലം. അന്ന് പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രസംഗം ഉണ്ടായിരുന്നു, മല്ലീശ്വരൻ്റെ ഒടിഞ്ഞ വില്ല് എന്ന് വെച്ചാൽ അറിയാമല്ലോ. ആ കാലത്താണ് ഞങ്ങൾ ഒരു സംഘടനാ പ്രമേയം അവതരിപ്പിക്കാൻ എന്നെ ചുമതലപ്പെടുത്തി. എൻ്റെ അന്ന് പ്രാസംഗികൻ എന്നുള്ള നിലയിലുള്ള ഒരു അംഗീകാരമൊക്കെ വെച്ചിട്ടാണ്. അതിലാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ താക്കോൽ സ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവുന്നു എന്നാണ് ആ പ്രമേയത്തിൻ്റെ വാർത്ത പത്രത്തിൽ വന്നത്. പിൽക്കാലത്ത് KPC പ്രസിഡന്റും എല്ലാ സ്ഥാനങ്ങളിലും നമ്മൾ വന്നല്ലോ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ് പാലക്കാട്. അവിടെയാണ് നടന്ന സമ്മേളനം. അതിൽ ഏറ്റവും ഫോട്ടോയിൽ കണ്ടാൽ ചെറുത് ഹസൻജിയാണ്. സുധീരനുണ്ട്, വയലാർ രവിയുണ്ട്, AK ആന്റണിയുണ്ട്, N രാമകൃഷ്ണനുണ്ട്, KA ചന്ദ്രനുണ്ട്, പിന്നെ KC ജോസഫുണ്ട്, കുര്യൻ ജോയിയുണ്ട്, AK ശശീന്ദ്രനുണ്ട്, ഇപ്പോഴത്തെ മന്ത്രി. പിന്നെ മന്ത്രിയായിരുന്ന ശങ്കരനാരായണപിള്ള. ഞങ്ങളെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആ സമ്മേളനത്തിലുണ്ടായതാണ്. അതൊരു റയർ ഫോട്ടോ ആണ്. അതെ, അങ്ങനെയുള്ള ഒരുപാട് റയർ ഫോട്ടോസ് ഇവിടെ കാണാനുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാനുള്ളത്, ഇപ്പോൾ ഒരു പുതിയ തലമുറയിലെ ആളുകൾ ഇങ്ങനെ ഒരു ശബ്ദം, ഇപ്പോൾ ഹസൻജിയുടെ ശബ്ദം, അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ഈ രീതിയിലേക്ക് ആ ശബ്ദം മാറിപ്പോയതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ. എന്തായിരുന്നു പ്രസംഗ കളരിയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? അതായത് പ്രസംഗത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രസംഗ മത്സരങ്ങളിൽ പോയി തുടങ്ങിയതാണ്. അതിനും ഒരു കഥയുണ്ട്. ഞങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്താണ് ഇപ്പോഴത്തെ YMCA. ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച 2:30 മണിക്കാണ് സ്കൂൾ തുടങ്ങുന്നത്. ആളുകൾക്ക് പള്ളിയിൽ ഞങ്ങൾ കുറേ കുട്ടികൾ കൂട്ടം കൂടി അവിടെ വരും. അവിടെ ബോയ്സ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബുണ്ട്. അത് വേറെ ഒന്നുമില്ല, എന്നെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഞാനും വന്നു. അപ്പോൾ പക്ഷേ 1-2 പ്രാവശ്യം വന്നു. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ പാട്ട് വളഞ്ഞിരുന്ന് കഥ പറയും, പാട്ട് പാടും, 2 വാക്ക് സംസാരിക്കും. എൻ്റെ ഊഴം വന്നപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഒഴിഞ്ഞു മാറി. 2ാമത്തെ പ്രാവശ്യം എനിക്ക് വലിയ സങ്കോചമാണ്, ഒഴിഞ്ഞു മാറി. 3ാമത്തെ പ്രാവശ്യം ബോയ്സ് ന്യൂസിൻ്റെ സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചേ പറ്റൂ, എന്തെങ്കിലും 2 വാക്ക്. ഞാൻ മിസ്റ്റർ ബാലകൃഷ്ണൻ, നിങ്ങൾ പറഞ്ഞാൽ ചിരിച്ചു പോകും. ഞാൻ വളരെ പ്രയാസപ്പെട്ടു, 2 വാക്ക് സംസാരിച്ചു. അന്ന് ഞങ്ങളുടെ യൂണിഫോം വെള്ള ഷർട്ടും കാക്കി നിൽക്കാറാണ്. കുട്ടികളെല്ലാം പൊട്ടിച്ചിരിക്കുന്നു. ഞാൻ താഴെ നോക്കുമ്പോൾ നനഞ്ഞിരിക്കുന്നു. ഞാൻ നാണക്കേട് കൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവർ പൊട്ടിച്ചിരിക്കുമ്പോൾ അന്ന് ഞാൻ പോയി ശുചിമുറിയിൽ പോയി വൃത്തിയാക്കി വന്നപ്പോൾ എന്നോട് ഈ ബോയ്സ് ഡിവിഷൻ്റെ കുര്യൻ ഫിലിപ്പ് പറഞ്ഞു, ഒന്നും നാണക്കേട് തോന്നരുത്, ട്രൈ അഗെയിൻ. നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ 2 മിനിറ്റേ പറഞ്ഞുള്ളൂ, എങ്കിലും നന്നായി പറഞ്ഞു. അപ്പം എനിക്ക് അന്നൊന്നും ഞാൻ വീട്ടിൽ പോയി പറഞ്ഞില്ല. ദാമോദരൻ നായർ സാറിനോട് പറഞ്ഞു. അന്നുണ്ട്. സാറ് പറഞ്ഞു, താൻ ഒന്നും കൊണ്ടും വിഷമിക്കരുത്, താൻ എല്ലാ മത്സരത്തിലും പങ്കെടുക്കണം. ആ സമയത്താണ് സ്കൂൾ മോണിറ്ററായിരിക്കുന്നത്. അപ്പോൾ അവിടെ മഹാകവി MP അപ്പൻ എന്ന പേര് കവികൾക്കൊക്കെ അറിയാം. അദ്ദേഹം ഹെഡ് മാസ്റ്ററാണ്. ഞങ്ങൾ ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് അതുവഴി ഹെഡ് മാസ്റ്റർ ഇങ്ങനെ നടക്കും, ഒരു കുടയും വെച്ച്. MP അപ്പൻ. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ അവിടെ വരുമ്പോൾ പല ക്ലാസ്സുകളിലും സാറന്മാർ ട്രാൻസ്ഫർ ആവും. സർക്കാർ സ്കൂളല്ലേ, ഭയങ്കര ബഹളവും ഒച്ചയും പിള്ളേർ കിടന്നുള്ള തർക്കമൊക്കെ. അപ്പോൾ ഹെഡ് മാസ്റ്റർ വന്ന് കുടയെടുത്ത് ബെഞ്ചിലടിക്കും.
സൈലൻസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇവിടെ എന്താ നടക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു താരാരാ. ഞാൻ പറഞ്ഞു മോണിറ്റർ. മോണിറ്ററുടെ ജോലി ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വല്ല സംസാരിക്കാൻ അറിയാം. തനിക്ക് കഥ പറയാൻ അറിയാമോ? ഞാൻ അറിഞ്ഞൂടെ സാർ. താൻ പോയി കഥ പഠിച്ചു വരണം. ഇനി ഞാൻ ഇതിലെ വരുമ്പോൾ താൻ കഥ പറയുന്നത് എനിക്ക് കാണണം. ഇല്ലെങ്കിൽ തന്നെ മോണിറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റും. അപ്പോൾ എൻ്റെ ഒരു അഭിമാന പ്രശ്നമായി. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ലൈബ്രറി ഉണ്ട്. അവിടെ പോയി കുറേ നോവലുകൾ, കുറേ നാടകങ്ങളെടുത്തു. വായിക്കാൻ മുഹമ്മദ് ബഷീറിൻ്റെ, തകഴിയുടെ, അങ്ങനെയുള്ള പിന്നെ പ്രസിദ്ധരായിട്ടുള്ള അന്നത്തെ എഴുത്തുകാരുണ്ടല്ലോ, ഇതെല്ലാം എടുത്ത് വായിക്കുക, നാടകങ്ങൾ വായിക്കുക. ഇതൊക്കെ വായിച്ച് ഒരു 3-4 നോവൽ. ബാല്യകാല സഖിയാണ് ആദ്യം പറയുന്ന കഥ. ആ വന്നപ്പോൾ കഥ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ പറയുമ്പോൾ പിള്ളേർ വിസിലടിക്കും, അടുത്ത ഭാഗം പറ. അപ്പം ബാല്യകാല സഖിയിലെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ പഠിച്ചു. കഥ 1-2 പ്രാവശ്യം പറയും. MB അപ്പൻ എന്ന് പറഞ്ഞ മഹാകവിയുടെ അദ്ദേഹമാണ് എന്നെ പ്രാസംഗിക. അത് കഴിഞ്ഞ് സ്കൂളിലെ പ്രസംഗ മത്സരത്തിന് പോയി സമ്മാനം കിട്ടി. അപ്പോൾ എല്ലാ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ എല്ലാ ഡിബേറ്റിംഗ് കോമ്പറ്റീഷനും 1ാം സമ്മാനം. ഈ 67 ബെസ്റ്റ് സ്പീക്കർ ഓഫ് ദ ഇയർ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ഡിബേറ്റിംഗ് കോമ്പറ്റീഷനുണ്ട്. അതിൽ ഗോൾഡ് മെഡലാണ്. സജീവോത്തമ ഷഷ്ടബ്ദമൂർത്തി മെമ്മോറിയൽ ഗോൾഡ് മെഡൽ സർ CP രാമസ്വാമിയാണ് സജീവോത്തമ അദ്ദേഹത്തിൻ്റെ ഷഷ്ടബ്ദമൂർത്തിക്ക് ഏർപ്പെടുത്തിയ ഗോൾഡ് മെഡലാണ്. അതെനിക്ക് കിട്ടി. അത് എനിക്ക് തോന്നുന്നത് TP ശ്രീനിവാസൻ, എനിക്ക് മുമ്പ് TP ശ്രീനിവാസൻ, നമ്മുടെ വിദ്യാഭ്യാസം ഓടക്കൂർ ജോർജ്, അവരൊക്കെ അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ പ്രീ ഡിഗ്രി സ്റ്റുഡൻ്റായിരുന്നു. അത് എൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അന്ന് KSU പ്രസിഡന്റ്, യൂണിവേഴ്സിറ്റിയുടെയും ചെയർമാനായിരിക്കുമ്പോൾ അന്ന് കോളേജുകളിലെല്ലാം KSU പ്രചരണത്തിന് പ്രസംഗിക്കാൻ എന്നെയാണ് വിളിക്കുന്നത്. വയലാർ രവി ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ക്ഷണമുണ്ടെങ്കിലും ഏറ്റവും ഗ്ലാമർ ഇവനാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവനെ പറഞ്ഞു വിടും. ഇവനെ പറഞ്ഞു വിട്ടാൽ അവിടെ എല്ലാം യോഗങ്ങളിൽ പെൺകുട്ടികൾ കൂടും. അപ്പോൾ ഈ കോളേജുകളിലും പ്രസംഗിച്ചു. പിന്നീടാണല്ലോ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്.